അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഇന്ന് പ്രഭാഷണം ചെയ്യാൻ നമുക്ക് വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ പ്രമോദ് തമ്പി. അദ്ദേഹം KN ബാലാജി സാറിൻ്റെ ശിഷ്യനാണ്. പിന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും കൂടെയാണ്. അതിനേക്കാളൊക്കെ അപ്പുറം ഗുരുധർമ്മ പ്രചാരണ രംഗത്തെ ഇപ്പോഴത്തെ ഒരു ശ്രദ്ധേയമായ സാന്നിധ്യവും കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിനെ നമ്മുടെ വേദിയിലേക്ക് ഇന്ന് കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹമാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് വിനായക അഷ്ടകത്തെ കുറിച്ചിട്ടാണ്. അപ്പം അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭഗവാൻ ശ്രീനാരായണ പ്രപാദപാദങ്ങൾ, ആചാര്യപാദങ്ങൾ, എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ പവിത്രമായ മാസത്തിലെ ചതയം. കേരളത്തിലുള്ള എല്ലാവരും ചതയം ആചരിച്ച് കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് ഗാഠനിദ്രയിലേക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് ഇവിടുത്തെ എത്തിയുള്ളൂ. ചതയത്തിന്റെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഉത്സവ ഭാഗം ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ ഒരു ക്ഷേത്രത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ദക്ഷിണ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ആ യാത്രയിലായിരുന്നു. വന്ന് ഭക്ഷണം കഴിച്ച് കയറാൻ താമസിച്ചു. അപ്പൊ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എത്ര ശ്ലോകമായിരുന്നു? 4,000 5,000 4 ശ്ലോകം, 5ാമത്തത് പൂർത്തിയായിരിക്കില്ല. ശരി സാർ, എനിക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാവോ, അതോ എനിക്ക് മാത്രമാണോ? അല്ല, ക്ലിയർ ആയി കേൾക്കത്തില്ല കേട്ടോ. ചെറിയ ഡിസ്റ്റർബൻസ് ഫോണൊന്ന് അടുത്ത് വെച്ച്. ഹെഡ്ഫോണിലാ. ചിലപ്പോ ഹെഡ്ഫോൺ ഊരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ക്ലിയർ ആണോന്ന് സംശയമുണ്ട് കേട്ടോ. ഹെഡ്ഫോൺ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഹെഡ്ഫോൺ ക്ലിയർ അല്ല. കേൾക്കാം സാർ, ഇപ്പൊ നന്നായിട്ട് കേൾക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വിനായകാഷ്ടകമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിന്റെ 4 മന്ത്രം വരെ നമ്മൾ മനനം ചെയ്തു. കാര്യമായിട്ടല്ലെങ്കിലും നമ്മൾ അതിലൂടെ ഒരു യാത്ര പോയി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇതിന്റെ വൃത്തത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതായിരുന്നു വൃത്തം? ചോദ്യമൊക്കെ വേണ്ടേ? കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് 30 ദിവസം ഞാൻ ഇത് ഓർത്തിരിക്കുന്നു പറയുന്നു. സോറി സാർ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനകത്ത് അറ്റൻഡ് ചെയ്തവർ പറയാൻ പറ്റുമോ? ഭുജംഗപ്രയാതം എന്ന വൃത്തമായിരുന്നു അല്ലെ? അതല്ലേ നമ്മൾ പറഞ്ഞിരുന്നേ. എന്താണെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കാരണം മേഡത്തിന് അതിനെ കുറിച്ച് അറിയില്ല. ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭുജംഗപ്രയാതം എന്ന വൃത്തമായിരുന്നു. അതായത് നമ്മുടെ കീർത്തനങ്ങളൊക്കെ ഏറ്റവും മനോഹരമായി രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൃത്തമാണ്. അതിന്റെ താളലയ സംയോജനം കൊണ്ടും യകാരം അതിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടും അതിന്റെ എന്താ പറയാ അക്ഷരങ്ങളുടെ ഒരു കോർത്തിണക്കം. അപ്പോൾ ഇത് തന്നെ നമ്മൾ ചൊല്ലുവരും പറയാം, നമദേവ വൃന്ദം, ഇന്തം 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 എന്ന് പറഞ്ഞ് തീരും. അടുത്ത് വരുമ്പോൾ ഗാത്രം, യം 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 എന്ന് എല്ലായിടത്തും ഇതിന്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തിന്റെ ഒരു താളലയമാണ്. ആ മന്ത്രത്തിന്റെ സ്പന്ദനം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തെ വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷനിലൂടെ നമ്മൾ ഏത് തരം മൂർത്തിയാണോ ആരാധിക്കുന്നത് ആ മൂർത്തിയുടെ ഒരു വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിലേക്ക്, അത് മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യിക്കുന്നതാണ് മന്ത്രം. ഇവിടെ മഹാഗുരു എത്ര രസകരമായിട്ടാണ് ഗണേശന്റെ അല്ലെങ്കിൽ ഗണപതിയുടെ സ്വരൂപത്തെ നമുക്ക് വരച്ച് കാണിച്ചു തന്നതെന്ന് ഈ ഒരു കൃതി നമുക്ക് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ മൂലാധാരത്തിൽ, അതായത് ഗണപതി അന്തർശീർഷത്തിൽ പറയുന്നത് മൂലാധാര സ്ഥിതോ നിത്യം എന്നാണ്. അതായത് മൂലാധാരത്തിന് സദാപി വസിക്കുന്നയാരോ, അതായത് കുണ്ടലിനി ശക്തി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്ന ആ കുണ്ടലിനിയെ
നമ്മളുടെ ഗാനം കൊണ്ട് അല്ലെങ്കിൽ മനനം ചെയ്യുന്ന മന്ത്രം കൊണ്ട് നമ്മൾ ഉച്ചരിക്കുമ്പോൾ, അതായത് പരാപശ്യന്തി വൈഖരിയായി ഉയരുന്ന ആ വാക്കുകളെ നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത് സഹസ്രാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തെ വളരെ ഗൂഢമായ ഗുരു ഈ വിനായകാഷ്ടകം എന്ന കൃതിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിത്യമായി പാരായണത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാല് ഗണേശ ഭക്തന്മാർക്ക് ആ മൂർത്തിയെ ഏറ്റവും നന്നായിട്ട് ഉപാസിക്കുമ്പോൾ ആ ഗണേശന്റെ സ്വരൂപത്തെ ശരീരത്തിലേക്ക് സ്പന്ദനം ചെയ്ത് ആവാഹിക്കാൻ കഴിയും. ഗുരുവിന്റെ കൃതികൾക്കെല്ലാം ഇത്രമാത്രം പ്രാധാന്യമുള്ള കൃതികൾ, അതായത് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന 65-ൽ പരം കൃതികളില് ഇതുപോലുള്ള ആ താളലയങ്ങളിൽ കോർത്തിണക്കിക്കൊണ്ട്, അതായത് തന്റെ സ്വ അനുഭൂതിയെയാണ് ഗുരു കൃതികളായി നമുക്ക് നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോബയോഗ്രഫി, തന്റെ ജീവിതം എന്തായിരുന്നു, ജീവചരിത്രം എന്തായിരുന്നു, താൻ എന്തായിരുന്നു, തന്റെ അനുഭൂതി എന്തായിരുന്നു എന്ന് ഗുരു കൃതികളിലൂടെ നമുക്ക് വെളിവാക്കി തന്നിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ആ തലത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അനുഭൂതിതരമായിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മളിത് പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ എല്ലാ നിത്യ മനനത്തിനും ഇത് ഉപയുക്തമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പറയുന്ന ദേവസമൂഹങ്ങൾ വന്ദിച്ചു നിൽക്കുന്നവനും, അതായത് ലീലാമയമായ ഗോത്രത്തിൽ പിറന്നവനും ആനയെ പോലെ മതജലം പ്രവാഹത്തോടു കൂടി നിൽക്കുന്നവനും ഒക്കെ ആയിരിക്കുന്ന വേദത്തിന്റെ നാരായ വേരായിരിക്കുന്നവനും ശരീരത്തിൽ അല്ലെങ്കിൽ മാറിടത്തില് താരങ്ങളെ ഹാരമായിരിക്കുന്നു, അതായത് അങ്ങനെ മാലയായിട്ട് അല്ലെങ്കിൽ തന്റെ മാറിടത്തില് താരങ്ങളെ അണിഞ്ഞിരിക്കുക, മാലയായിട്ട് അണിയുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സർവപ്രപഞ്ചത്തെയും തന്നിൽ തന്നെ നിർത്തുന്ന പരബ്രഹ്മ സ്വരൂപമാണെന്ന് ഗുരു ഉറപ്പിച്ചു പറയുകയാണ്. ഉരസ്താരഹാരം, ഉരസിൽ താരത്തെ ഹാരമായി ധരിച്ചിരിക്കുന്നവൻ എന്ന് ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുക അല്ലെ. കലയ്ക്കും ബിന്ദുവിനും കലാബിന്ദു താരം ഭജേ ശൈവവീരം. കലാബിന്ദു താരം എന്ന് പറഞ്ഞാൽ ഓങ്കാര സ്വരൂപനാണ്. അതായത് അകാര ഉകാരം അകാരങ്ങളും ബിന്ദുവും കലയും കൂടി ഒത്തുചേരുമ്പോഴാണ് ഓങ്കാരം എന്ന ആ നാഥരൂപം ഉണ്ടാകുന്നത്. ആ നാഥരൂപത്തിന് അധിപനായിരിക്കുന്നവനെ ശൈവവീരത്തോട് കൂടി പിറന്നവനെ എന്ന് ഭഗവാൻ 4-ാമത്തെ മന്ത്രത്തിൽ നമ്മളോട് വിനായകന്റെ സ്വരൂപത്തെ കാണിക്കുകയാണ്. അതായത് നമ്മൾ ഇന്ന് വരെ കണ്ടിരുന്ന വിനായകനിൽ നിന്ന് വ്യത്യസ്തനായി ശിവപെരുമാള് തന്നെയാണ്. അതായത് അച്ഛന്റെ ഗുണം എത്രയുണ്ടോ ആ ഗുണമെല്ലാം അതേപടി നിലനിൽക്കുന്ന പുത്രനാണെന്നും ആ പുത്രനിലേക്ക് നാം ചെല്ലുമ്പോഴത്തേക്ക് പരബ്രഹ്മ സ്വരൂപത്തെയാണ് നാം ദർശിക്കുന്നതെന്ന് നമുക്ക് അനുഭവഭേദ്യമാകുന്ന തലത്തിലാണ് ഈ കൃതി നമ്മെ നയിക്കുന്നത്. കരാരൂഢമോക്ഷം വിവത് ഭംഗദക്ഷം ജലത്സാരസാക്ഷം പരാശക്തിപക്ഷം സുധാമർത്യവൃക്ഷം സുരാരിധൃദക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം. കരാരൂഢമോക്ഷം, കരത്തില്, അതായത് തന്റെ കൈകളിൽ ആരൂഢമായിരിക്കുന്ന അല്ലെങ്കിൽ തന്റെ കൈകളിൽ മോക്ഷത്തെ ധരിച്ചിരിക്കുന്നവനും കരാരൂഢമോക്ഷം വിപത് ഭംഗദക്ഷം, വിപത്തുകളെ നശിപ്പിക്കുന്നവനും ചരൽസാരസാക്ഷി ഇളയിക്കൊണ്ടിരിക്കുന്ന തുമ്പിക്കരത്തോട് കൂടിയവനും പരാശക്തിപക്ഷം, സൃഷ്ടിയിൽ ദേവിയായിരിക്കുന്ന അമ്മയെ സഹായിക്കുന്നവനും അമ്മയുടെ മനസ്സിനെ പൂർണ്ണമായി മനസ്സിലാക്കി ഇവിടെയുള്ള സൃഷ്ടി കർമ്മങ്ങളിൽ പൂർണ്ണമായും ആ കാര്യങ്ങളിലേക്ക് അമ്മയെ സഹായിക്കുന്നവനും സുധ അമർത്യവൃക്ഷം, അതായത് തന്നെ ആശ്രയിക്കുന്നവർക്ക് നാശകാരമായിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ സുധ അമർത്യവൃക്ഷം, തന്നെ ആശ്രയിക്കുന്നവർക്ക് കൽപ്പവൃക്ഷത്തിന് സമാനമായിരിക്കും സുധാമർത്യവൃക്ഷം. സുരാരിധൃദക്ഷം, സുരന്മാരുടെ അരികളെ നശിപ്പിക്കുന്നവനായിരിക്കുന്നവൻ സുരാരിധൃദക്ഷം. അതായത് സുരന്മാരെന്ന് പറയാൻ ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപികൾ. നമ്മൾ പ്രകാശ സ്വരൂപികളാവണമെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കുന്ന 3 ഗുണങ്ങൾ. അപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങൾ, ആ ഓരോ ഗുണങ്ങളെയും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നിർഗുണ രൂപത്തിലേക്ക് മാറണം. അപ്പോഴാണ് നാം പ്രകാശ സ്വരൂപന്മാരാകും. നമുക്ക് താമസികമായിരിക്കുന്ന ഗുണത്തിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു കറുത്ത വർണ്ണത്തോട് കൂടിയുള്ളവരായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ മുഖത്തിലും ചൈതന്യത്തിലും ഒക്കെ ആ കാളിമ കലർന്നു നിൽക്കുക. അതായത് മറ്റുള്ളവർക്ക് നമ്മളെ ഉൾക്കൊള്ളുവാനോ നമ്മളിലേക്ക് അടുക്കുവാനോ നമ്മളുടെ ചിന്തകളിലേക്ക് പോലും വരാൻ സാധിക്കാത്തവരായിട്ട്. അടുത്ത ഗുണമെന്ന് പറഞ്ഞാൽ രജോ ഗുണമാണ്. അതായത് ഏറ്റവും കൂടുതൽ ചൂട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത നിലയിൽ
കോപിഷ്ഠരായി നിൽക്കുന്നത് രജോ ഗുണപ്രിയരായിട്ടുള്ളവരാണ്. അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാൻ നമുക്ക് ചിലരുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള ആ രജോ ഗുണ പരമായിരിക്കുന്ന ഗുണത്തെയും, സാത്വികം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരിലും ശാന്തമായിരിക്കുകയും എല്ലാവർക്കും ശാന്തിയും സമാധാനത്തെയും പ്രദാനം ചെയ്യുന്നതും നോക്കിക്കൊണ്ടും വാക്കുകൊണ്ടും ഒരു കുളിർകാറ്റ് പോലെ, ഒരു കുളിർ തെന്നൽ പോലെ നമുക്ക് അനുഭവേദ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തെ സ്വാത്വികമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മഹാഗുരുവിന്റെ സൗധത്തിലേക്ക് ചെല്ലുമ്പോൾ, ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ശിവഗിരി കുന്നിന്റെ ആ പാദഭൂമിയിൽ ചെന്ന് ശാരദാദേവിയെ വണങ്ങി നേരെ ആ കുന്നിലേക്കൊന്ന് നടക്കുമ്പോൾ നമ്മൾ എത്ര ചുട്ടുകൊള്ളുന്ന ചൂടാണെങ്കിലും എന്താ പറയുക, നല്ലൊരു തണുത്ത കാറ്റ് നമ്മളെ വരവേറ്റുന്നു. അതായത് ഭഗവാന്റെ മൂന്ന് ഗുണങ്ങളെയും അധികരിച്ച് നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാന്റെ ആ ദിവ്യമായിരിക്കുന്ന കൃപ നമ്മളിലേക്ക്. അപ്പോൾ ശരിക്കും ആ നമ്മളിലേക്കൊക്കെ അത്രയും തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ ഹരിച്ചു കളയാനായിട്ടുള്ള കൃതികളെല്ലാം പോകും. അപ്പൊ സ്വാത്വികമായിരിക്കുന്ന സ്നേഹസമ്പന്നമായിരിക്കുന്ന ഗുണങ്ങളെയൊക്കെ പ്രാപിക്കാൻ കഴിയണം. സുധാമത്യവൃക്ഷം സുരാരിദ്രുതക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം. മറ്റുള്ളവരുടെ, പരന്മാരുടെ അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവരുടെ പരമമായിരിക്കുന്ന ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. പരാനന്ദപക്ഷം, അതായത് പരയുടെ പാല് നുകർന്ന ഭാനുമാന്മാർക്ക് അരനുടി 1000 ആണ്ട് പോലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ആനന്ദത്തിനായി നിൽക്കുന്നവനും പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം. എങ്ങനെ ഇരിക്കുന്ന ശിവന്റെ അക്ഷമായിരിക്കുന്നവനെ ശ്രീ ശിവാക്ഷം. ശിവന്റെ അക്ഷത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഏറ്റവും വലിയ ഒരു പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ് ശിവന്റെ അക്ഷം. അതായത് ദേവന്മാരിൽ 3 കണ്ണുകളോട് കൂടിയവനാണ് ശിവൻ. അതായത് ആ മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ അഗ്നി നമിച്ചുകൊണ്ട് സർവ്വതിനെയും സംഹരിക്കുമെന്നാണ് നമ്മളുടെ ചിന്ത. പക്ഷേ ശിവൻ എന്ന് പറഞ്ഞ ആ രൂപത്തിന്റെ അല്ലെങ്കിൽ ആ നാമത്തെ മംഗള സ്വരൂപം എന്നാണ് വാക്കുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനാണെങ്കിൽ വിഷ്ണു പരിപാലനത്തിന്റെ നായകനായി നിൽക്കുമ്പോൾ മഹാദേവനായിരിക്കുന്ന അല്ലെങ്കിൽ ശിവനെ നാം കാണുന്ന സംഹാരത്തിന്റെ മൂർത്തിയായിട്ടാണ്. പക്ഷേ ദേവദേവൻ എന്നാണ് ശിവനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ദേവദേവൻ എന്ന് വിളിക്കുന്നത്? ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങൾക്കും ഇവിടെ പിറവി എടുക്കുന്നത് തൊട്ട് ഇവിടെ അധിവസിക്കുമ്പോൾ അവന്റെ ദുഃഖം ഇരട്ടിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് അവൻ ഒരിക്കലും ഒന്നിനും സംതൃപ്തനായി തീരാറില്ല. അവനാകെ സംതൃപ്തി ഉണ്ടാകുന്നത് അവനെ കുറിച്ച് തന്നെ ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, എങ്ങനെയാ നമുക്ക് നമ്മളെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്? നമുക്ക് നമ്മളെ കുറിച്ച് എപ്പോഴും ബോധ്യമുണ്ടാകുന്നത്, എല്ലാ ദിവസവും ഇപ്പോഴും നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാകുന്നത്. അതായത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ വ്യവഹാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, മറ്റു കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുമ്പോൾ, ഞാനെന്ന ബോധത്തിൽ, ശരീരബോധത്തിൽ ഞാൻ അതെല്ലാം ചെയ്യുന്നു എന്നുള്ള ചിന്തയോടുകൂടി നാം ചെയ്യുമ്പോൾ നമ്മുടെ അഹംബോധം നമ്മളെ ഭരിക്കില്ല. ഇതെല്ലാം വിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥരായി നമ്മൾ കുളിച്ച് ശുദ്ധരായി ഭക്ഷണവും കഴിച്ച് നാം നമ്മളുടെ നിദ്രാഗൃഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പടിപടിയായി നിദ്രയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശരീരം അവിടെ ഇല്ലാതാകുകയും ആ ശരീരബോധത്തിൽ നിന്ന് മാറി ഏറ്റവും പരമമായ ആനന്ദത്തിലേക്ക് നാം പോകും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആകെ സുഖമെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് മാത്രമുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് ബോധപൂർവം എത്തുന്ന പ്രക്രിയയാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കൃതികളിലൂടെ. അതാണ് പരാനന്ദം എന്നൊക്കെ ഗുരു പറഞ്ഞു തരുമ്പോൾ നമ്മൾ അവിടേക്കാണ് ആ ചിന്തകളെല്ലാം പോകേണ്ടത്. അല്ലാതെ നമ്മള് ഇതിന്റെ വാചികമായിരിക്കുന്ന മലയാള അർത്ഥത്തെ എടുക്കുന്നതിനപ്പുറം ഗുരു കണ്ട് നമ്മൾ അനുഭവിപ്പിക്കുന്നത് വേറൊരു തലത്തിൽ. അപ്പോൾ നമ്മൾ എത്രമാത്രം, അതായത് മേരുതുല്യം ധനം ഉണ്ടാക്കിയാലും, പ്രശസ്തരായ മക്കൾ ഉണ്ടായാലും, സുന്ദരിയായ ഭാര്യ ഉണ്ടായാലും, സുന്ദരനായ ഭർത്താവ് ഉണ്ടായാലും, ഗുരുവിന്റെ കൃപ അല്ലെ ഈശ്വരന്റെ കൃപ നമ്മളിലേക്ക് എത്താതെ ആ പാതാര പത്മങ്ങളിൽ ചെന്ന് ചേരാൻ നമുക്കൊരു പുണ്യവും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ഉണ്ടാവില്ല എന്നാണ്. അതായത് ഗുരുവാഷ്ടകത്തില് ഗുരുവിന്റെ സങ്കല്പത്തെ കുറിച്ച് ശ്രീ ശങ്കരാചാര്യർ കൽപ്പിക്കുന്ന അങ്ങനെ, അതായത് മേരുതുല്യം ധനമുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഏറ്റവും ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കാര്യശേഷിയുള്ള പുത്രൻ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടായാലും നമുക്ക് ഗുരുവിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ, ഗുരുവെന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്, ആ പരബ്രഹ്മ സ്വരൂപത്തിന്റെ കൃപയില്ലാണ്ടിരുന്നാൽ നമുക്ക് ഒരു സുഖത്തെയും അനുഭവിക്കാൻ കഴിയില്ല. ആ സുഖത്തെ നമ്മൾ സ്ഥിരമായി അനുഭവിക്കുന്നതല്ല. പക്ഷെ ഈ സ്ഥിരമായി അനുഭവിക്കുന്ന സുഖത്തെ എങ്ങനെ നമ്മളുടെ വ്യവഹാര ജീവിതത്തിൽ ഇതിനെ അനുഭവിക്കാം,
അതിനെയാണ് ഗുരു പറഞ്ഞ അറിവിലുമേറെ അറിഞ്ഞിടുന്നവൻ തൻ ഗുരുവില് വന്ന് പുറത്ത് മുച്ചൊലിക്കും കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണമെന്ന് മഹാഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമ്മളോട് ഉപദേശിച്ചതാ. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകളിലൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകുന്നത്. നമുക്ക് ഇപ്പൊ ഗണപതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഗണപതിയുടെ സ്വരൂപത്തെ നമ്മൾ അങ്ങ് ചിന്തിച്ചു പോകും, അല്ലെ? അപ്പോൾ ആ തലത്തിലേക്ക് പോകാതെ ഇതിന്റെ ആന്തരികമായിരിക്കുന്ന ഗുരുവിന്റെ കൃതികളിലെല്ലാം വേദാന്തത്തിന്റെ മണിമുത്തുകൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വാതായനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു. ഇപ്പൊ കരാരൂഢ മോക്ഷം, അപ്പോൾ കൈകളിൽ മോക്ഷത്തെ വഹിച്ചിരിക്കുന്നവനും വിപത്ഭംഗരക്ഷം, വിപത്തുക്കളെ നശിപ്പിക്കുന്നതിനായിട്ട് ഇരിക്കുന്നവനും ചലൽസാര സാക്ഷം, നദിപ്രവാഹം പോലെ അല്ലെങ്കിൽ ഇളകുന്ന കണ്ണുകളോട് കൂടിയവനും അക്ഷത്തോട് കൂടിയവനും പരാശക്തി പക്ഷം, അതായത് അമ്മയുടെ പരാശക്തിയുടെ ക്രിയകളിൽ സഹായിക്കുന്നവനും ശ്രുതാമർത്യവൃക്ഷം, തന്നെ ആശ്രയിക്കുന്നവർക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം നൽകുന്നവനായിരിക്കുന്നവനും സുരാരിധൃതക്ഷം, സുരന്മാരുടെ ശത്രുക്കളായിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് തച്ചനായിരിക്കും. സുരാരി ദ്രുത അക്ഷം, സുരന് അരിയായിരിക്കുന്നവനെ, അതായത് സുരന് ശത്രു ആയിരിക്കുന്നവന് ജ്ഞാനികളായിരിക്കുന്നവരുടെ ശത്രു ആയിരിക്കുന്ന വൃക്ഷത്തെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ, കാട് കയറി വരുന്ന ചിന്തകളെ നശിപ്പിക്കുന്ന തച്ചനായിരിക്കുന്നവൻ സുരാരി ധൃതക്ഷം. സുരാരി ധൃതക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം, ശ്രീമംഗളകരമായിരിക്കുന്ന അല്ലെങ്കിൽ ഐശ്വര്യദായകമായിരിക്കുന്ന പ്രകൃതിയുടെ ലയത്തിലേക്ക് നയിക്കുന്ന ശിവന്റെ ആ കണ്ണായിരിക്കുന്നവനെ, ഐശ്വര്യത്തിന്റെ അക്ഷമായിരിക്കുന്നവനെ. ഓക്കെയാണോ ഈ പറഞ്ഞത്? ആരും കാണുന്നില്ല, അതെ ഒരാളെ പോലും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു. ആണോ? അതിനായിരിക്കും, ഞങ്ങള് കുറെ പേരുണ്ടല്ലോ വീഡിയോയില്. വീഡിയോയിൽ എനിക്ക് ഞാൻ കണ്ടില്ല. ഓക്കെ, ആണോ? ഇതൊന്ന് മാറ്റിക്ക്, ഒരു സൈഡിലോട്ട് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാ, നേരം ഞങ്ങളെ എല്ലാരെയും കാണും. സൈഡിൽ നോക്കിയിട്ട് വന്നില്ല. ആണോ? ആ, ഇപ്പൊ 12 പേര്. ഓക്കെ ഓക്കെ ഓക്കെ, 6 പേരോളം ആയിട്ടുണ്ട്. ഈ പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു, കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് സദാൻ ചേട്ടാ നമസ്തേ, ഒത്തിരി നാൾ കൂടി കണ്ടത്. സദാശം സുരേശം സദാപാദമീശം നിധാനോദ്ഭവം ശാങ്കര പ്രേമകോശം ഹൃദശ്രീ നിശേഷം ലസദ്ദന്തകോശം ചലച്ചൂലപാശം ഭജേ കൃത്തപാശം. സദാശം എല്ലായ്പ്പോഴും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനും സുരേശം സുരന്മാരുടെ സദാപാദമീശം. സജീഷിന്റെ ഫോൺ മ്യൂട്ട് ചെയ്യോ? താങ്ക് യു. സോറി സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. സാറിന് മ്യൂട്ടായി പോയി കേട്ടോ. ഗണേശനെ ഒന്ന് ഹോസ്റ്റ് ആക്കുവോ? ഞാൻ ചെയ്തോളാം. ഒരു നിമിഷേ. സാറിനെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, സാർ അൺമ്യൂട്ട് ചെയ്യാവോ? ഞാൻ ഒരു ഇത് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ സോറി കേട്ടോ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സദാശം, സദാ എല്ലായ്പ്പോഴും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനും സുരേശം, സുരന്മാരുടെ, ഇപ്പൊ സുരന്മാരെന്ന് പറഞ്ഞ വാക്കുകൾ എടുത്തെടുത്ത് ഗുരു പറയുന്നുണ്ട്. കാരണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കേൾക്കാൻ വയ്യേ? കേക്കാം നല്ല കേക്കാം. സുരേശം, സുരന്മാരെന്ന ഗുരു ഇപ്പൊ എത്ര പ്രാവശ്യം വാക്കെടുത്ത് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാത്വിക ഗുണത്തോടു കൂടി പ്രകാശ സ്വരൂപന്മാരായിട്ട് നമ്മൾ മാറണം. അപ്പൊ ആ സുരന്മാരുടെ ഈശ്വരനായി ഭവിക്കും. സുരന്മാരെ സദാ കാക്കുന്നവനായിരിക്കും. സദാ പാതുമീശം, തന്നോട് എന്തെല്ലാം ആവശ്യപ്പെടുന്നു അങ്ങനെ ആവശ്യപ്പെടുന്ന എല്ലാം നൽകുന്നവനായിരിക്കുന്നവനും നിധാനോദ്ഭവം, അതായത് ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണഭൂതനായിരിക്കുന്നവനും നിധാനത്തിന് ആരംഭത്തിന് കാരണഭൂതനായിരിക്കുന്നവനും ശാങ്കര പ്രേമകോശം,
ശങ്കരന്റെ പ്രേമം ഒരു ശരീരരൂപമായി പിറന്നവനും, അതായത് ശിവനും പാർവതിയും തമ്മിൽ ഗജ രൂപത്തില്, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞാണ്, ഗജ രൂപത്തില് അവര് ലീലകൾ ആടിയപ്പോൾ ഉണ്ടായ പുത്രൻ എന്ന് സങ്കല്പവും. അപ്പോൾ അത് നമ്മുടെ ഗണേശ പുരാണത്തിൽ ഒരു കഥയായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ ഗജ രൂപത്തില് മധുവിധു ആഘോഷിക്കുകയും അതിപ്രകാരം ശിവന്റെ ബീജത്തെ ദേവിക്ക് തന്റെ വയറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വായു ഭഗവാന്റെ ഏൽപ്പിക്കുകയും അങ്ങനെ ആ സംരക്ഷണയിൽ പിറന്ന പുത്രനാണെന്നും അങ്ങനെയുള്ള പുത്രൻ ലോകത്തിന്റെ, അതായത് പ്രത്യേകിച്ച് നായകനില്ലാതെ വിനായകൻ, അതായത് ആരാലും പരിപാലിക്കപ്പെടാതെ വായുവിനാൽ സംരക്ഷിക്കപ്പെട്ടത് കൊണ്ട് വിനായകൻ, വിനായകൻ ഇല്ലാത്തവൻ നായകനായി തീരട്ടെ എന്ന് ശിവൻ അനുഗ്രഹിക്കുകയും ചെയ്ത പുത്രനാണെന്ന് ഒരു കഥയൊക്കെ ഗണേശ പുരാണത്തിൽ പറയുന്നു. ഇത് നമ്മൾ അതിലേക്ക് പോകേണ്ട, ഗുരു അവിടെയല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ അത് അറിയാൻ വേണ്ടി പറഞ്ഞോളൂ. ഗുരു കൊണ്ടുപോകുന്ന ആള് വേറെ ആൾ, അതായത് ശിവന്റെ സ്വരൂപം എന്താണോ ആ സ്വരൂപം തന്നെയാണ് ഈ മകനെന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശിവന്റെ ഈശ്വരന്മാരില് ഏറ്റവും ശ്രേഷ്ഠനായ ഈശ്വരനായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ആരെയാണ്? ശിവനാണ് അല്ലെ? പക്ഷെ ഈ ഇരിക്കുന്നതിൽ 90% പേര് ശിവഭക്തരാവാൻ സാധ്യതയില്ല. കാരണം നമുക്കെല്ലാം ശിവനെ ഭയമാണ്. കാരണം പൃഥ്വിന്റെ, അത് നമ്മൾ പക്ഷേ നമ്മള് മുമ്പേ ആ നിദ്രയിൽ അനുഭവിക്കുന്ന സുഖത്തെ സദാപി നൽകുവാൻ കഴിയുന്ന ആ ജഗദീശ്വര സത്യ ശിവൻ ലയം നൽകുന്നു. അത് ശരീരബോധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആനന്ദത്തെ നന്നായിട്ട് നൽകാൻ കഴിയുന്ന ശിവന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കുക, ആ ഒരു രജോ ഗുണ സമ്പന്നമായിരിക്കും സൃഷ്ടിയുടെ പാത്രമായിട്ട് മാത്രം നിൽക്കാനേ കഴിയും. പക്ഷെ വിഷ്ണു എന്ന് പറയുമ്പോൾ സാത്വിക ഭാവമാണ്, പക്ഷെ പരിപാലനമാണ്. ആ പരിപാലനം വരുമ്പോൾ നമുക്ക് അവിടെ ആവശ്യങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ വരുമ്പോഴത്തേക്ക് അതിനകത്ത് രജോ ഗുണം നമ്മളിലേക്ക് വന്ന് ഭവിക്കും, തമോ ഗുണം. പക്ഷേ ഇങ്ങാപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇതാ ലയത്തിന്റെ സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ശിവപെരുമാൾ നിൽക്കുന്നത്. അപ്പൊ ശിവപെരുമാൾ നിൽക്കാൻ ലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സർവ്വതും ഒരു സ്പന്ദനം പോലും ഇല്ലാതെ അതേപടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കണം ശിവന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ. അതായത് ഗുരുവിന്റെ കൃതികളെ, ഗുരുവിന്റെ പ്രതിഷ്ഠകളെ എല്ലാം എടുത്ത് നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കിയാൽ വേറൊരു വഴിയിൽ നമ്മളെ നയിക്കുന്നേ ഇല്ല. അത് ശരിക്കും ഭഗവാൻ എടുക്കുന്ന ഭാവന നമുക്ക് നന്നായിട്ട് കാണിച്ചു തരും. അപ്പം സദാശം സുരേശം സദാപാദമീശം നിധാനോദ്ഭവം ശങ്കര പ്രേമകോശം ധൃതശ്രീ നിശേഷം ലസദന്തകോശം. ധൃത എന്ന് പറഞ്ഞാൽ ധരിക്കുക, അതായത് തന്റെ തിരുമുടിക്കെട്ടിൽ ഐശ്വര്യത്തിന്റെ സ്വരൂപമായിരിക്കുന്ന നിശേഷം, നിശയുടെ ഈശ്വരനെ ധരിച്ചിരിക്കുന്നവൻ. ധൃത എന്ന് പറയുന്ന വാക്കിനകത്ത് ധരിക്കുക എന്നാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, നിശേഷം നിശയുടെ ഈശ്വരൻ. അതായത് നിശയുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ, ചന്ദ്രക്കലയെ ആരാ ധരിച്ചിരിക്കുന്നത്? തിരുമുടിക്കെട്ടിൽ ധരിച്ചിരിക്കുക. അപ്പൊ തന്നെ നമുക്കറിയാം അച്ഛന്റെ കാര്യം പറഞ്ഞു വരുന്നത്. അച്ഛനെ പോലെ തന്നെയാണ് മകനെന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരിക. നിങ്ങൾ വേറെ എങ്ങോട്ട് പോയാൽ അവിടെ ചെന്ന് ചേരുകയുള്ളൂ, ശിവപെരുമാളിന്റെ അടുത്തേ ഉള്ളൂ. അതാ എന്താ നോക്കുക, അതാ ആ സുന്ദര രൂപത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തിരുമുടിക്കെട്ടില് ഐശ്വര്യ സ്വരൂപനായിരിക്കുന്ന നിശയുടെ ഈശനെ ധരിച്ചിരിക്കുകയാണ്. ലസദന്തകോശം, ഒടിഞ്ഞ് തന്റെ ഒടിഞ്ഞ കൊമ്പ് കൈ പിടിച്ചിരിക്കുക. പക്ഷെ ആ കൊമ്പിനൊരു പ്രത്യേകത ഉണ്ട്, അത് തിളങ്ങിക്കൊണ്ടിരിക്കുക. അത് എന്താണ് ഈ ഗണപതിയുടെ കൊമ്പ് ഒടിഞ്ഞതായിട്ടുള്ള ഒരു പറയുന്നത് അല്ലെ? അത് നമ്മളൊരു കഥയായിട്ടാണ് കേൾക്കുന്നത്. കാരണം പരശുരാമൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പരശുരാമൻ തന്റെ ഗുരുവായിരിക്കുന്ന ശിവനെ കാണുവാനായിട്ട് കൈലാസത്തിലേക്ക് ചെല്ലുകയും എപ്പോഴും അവിടെ സന്ദർശിക്കുവാൻ ആ ശിഷ്യന് അനുമതി ഉണ്ടായി. അപ്പോൾ എവിടെയും കടന്നു ചെല്ലാം. കൈലാസത്തിൽ ശിവനും പാർവതിയും ശയിക്കുന്ന മുറിയിൽ പോലും ആ ശിഷ്യന് കടന്നു ചെല്ലാൻ അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇതുപോലെ അവിടേക്ക് പോകുമ്പോൾ ശിവനും പാർവതിയും ശയ്യാഗ്രഹത്തിലേക്ക് പോയപ്പോൾ പുത്രനെ കാവൽ നിർത്തിയിട്ടാ പോയെ. അപ്പൊ അച്ഛന്റെ അനുമതി ഇല്ലാതെ ആരെയും ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്ന് ഗണേശ ഭഗവാൻ പറയുകയും അത് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമാകുകയും അത് യുദ്ധത്തിൽ പര്യവസാനിച്ച് തന്റെ മഴുവെടുത്ത് എന്താ പറയുക ഗണേശ ഭഗവാന്റെ കൊമ്പിനെ മുറിച്ചു കളയുന്നു. പക്ഷെ ഇതിനെ നമ്മള് മറ്റൊരു ചിന്തിക്കുമ്പോഴത്തേക്ക് അഹംബോധത്തിന്റെ പ്രതീകമാണ് ആനയുടെ കൊമ്പ്. അതിന്റെ ശക്തി മൊത്തം അവിടേക്ക് നിൽക്കുന്നു. ആ കൊമ്പിനെ കുത്തി ഇറക്കി ഭൂമിയെ കുത്തി ഇളക്കി കാണുന്ന എല്ലാത്തിനെയും കുത്തി ഇളക്കി കളയാൻ കഴിയും. പക്ഷെ ആ രണ്ട് കൊമ്പുണ്ടെങ്കിൽ ഒരുപോലെ അതിനെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ.
അതേ സമയത്ത് അതിന്റെ ഒരു കൊമ്പ് ഒടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ശക്തിക്ക് കോട്ടം വരികയും തന്റെ ശരീരബോധത്തിൽ നിന്ന് വിട്ട് ആത്മബോധത്തിലേക്ക് വരും. അതുകൊണ്ടാണ് അഹംബോധമായിരിക്കുന്ന കൊമ്പിനെ ഒടിച്ച് കൈ പിടിച്ചിരിക്കുക. അത് ആത്മബോധം ഈശ്വര സ്വരൂപമായി വന്നത് കൊണ്ടാണ് ഇത് തിളങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ ഭഗവാന് നാരായണമുനിക്ക് മാത്രം ഇത് പറയാൻ കഴിയൂ. ഇത്ര ഫ്രീ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരാൻ കഴിയും. പിന്നെ ഇതാ സംഭവം, ഇതിനകത്ത് രഹസ്യം ഇതാണ്. അല്ലാണ്ട് നിങ്ങൾ പോയ ഒടിഞ്ഞ മുമ്പിരിക്കുന്ന ആളെ പോയി നിങ്ങൾ കണ്ട് ചിരിപ്പിക്കാനല്ല ഗുരു പറയുന്നത്. ഗുരു പറയണത് ഇതാ ഈ അഹംബോധത്തെയാണ് ഒടിച്ച് കൈവച്ചിരിക്കുന്ന കുഞ്ഞെ, നീ അത് മനസ്സിലാക്കൂ. അങ്ങനെയാണ് നീ ഭജിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അത് ഭജിക്കുമ്പോൾ എന്താ വേണ്ടേ? നിന്റെ അഹംബോധത്തെ നീ അതിനെ ഒടിച്ച് കളഞ്ഞേക്കണം. അതായത് നിനക്കെല്ലാം ഉണ്ട്, നീ അതെല്ലാം സമ്പാദിച്ച് കൂട്ടുന്നു, ഇതൊന്നുമില്ലാതെ നിനക്ക് പോകണം എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. അപ്പോൾ വിൺമൂത്ര രേതസായം വികാരിയായുള്ള അദ്രൂപമെന്ന് നമ്മുടെ അധ്യാത്മ രാമായണത്തില് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരം ഇതെല്ലാം കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്, അത് നമുക്ക് ഇത് ഏത് നിമിഷവും നശിക്കുന്നതാണ്. അത് ആ ബോധ്യത്തോടെ നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. ലസദ്ദന്തകോശം ചല ഹൃദശ്രീന നിശേഷം ലസദ്ദന്തകോശം ചലശൂലഭാഷം ഭജേ കൃത്തഭാഷം. ചലശൂലഭാഷം അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലഭാഷങ്ങളോട് കൂടിയവൻ. ഇവിടെ വരുമ്പോഴത്തേക്ക് ശരിക്കും ദേവിയുടെ ഭാവം കൂടി ഗണേശനിലേക്ക് ഗുരു ആരോപിക്കാം. അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലപാശങ്ങൾ. ശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ ആയുധം? ശിവന്റെ ആയുധവും. പാശം എന്ന് പറഞ്ഞാൽ സിംഹാരൂഢ ആയിരിക്കുന്ന ദേവിയുടെ ആയുധവും. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ശക്തനും ശക്തിയും ഒന്നിച്ച് ചേർന്ന് കഴിയുമ്പോൾ അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മസ്വരൂപനാണ് പുത്രനെന്ന് ഗുരു ഉറപ്പിച്ച് പറയേ. ചലശൂലപാശം അതായത് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിരിക്കുന്ന ആ ശിവപെരുമാളിനെ ഇവിടെ കർമ്മങ്ങളിലേക്ക് അല്ലെ സ്പന്ദനത്തിലേക്ക് നയിക്കുന്നത് ആ മായാദേവി ആയിരിക്കുന്ന പാർവതി ദേവി ആ വാമഭാഗത്തിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുന്ന ആ ദേവിയുടെ ചൈതന്യവും ഇതാ ഈ ഗണേശന്റെ കയ്യിലിരിക്കുകയാണ്. ഒരു കയ്യിൽ ദേവന്റെ ചൈതന്യം, ഒരു കയ്യിൽ ദേവിയുടെ ചൈതന്യത്തെയും അടക്കി നിന്ന് ആ പരബ്രഹ്മ സ്വരൂപനാണ്. അങ്ങനെയുള്ള ഭജേ കൃത്തവാസം, ഇങ്ങനെയുള്ള ആളെ ഭജിച്ചാൽ കൃത്തവാസം നിന്റെ സർവ ദുഃഖങ്ങളെയും അറുത്തുകളെയും പ്രത്യേക അറുത്ത് കളയുക. വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മവാസത്തെ അറുത്ത് കളയുന്നവനാണ്. അതായത് ഇവിടെ ശരിക്കും ഗുരു പറഞ്ഞാൽ ഈ ഒരു 6ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു തരുന്നത് ശരിക്കും ഗണേശനെ ഭജിച്ചാൽ നിനക്ക് എന്ത് കിട്ടുമെന്ന്. അത് നമുക്ക് എന്ത് കിട്ടണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം, അല്ലെ? അതായത് എന്തെങ്കിലും കിട്ടാൻ നമുക്കൊരു സന്തോഷമില്ല. അപ്പൊ ആ സന്തോഷം കിട്ടുന്ന കാര്യം ഗുരു പറഞ്ഞ് സദാശമാണ്, എല്ലാവർക്കും മംഗളത്തെ തരും. സുരേശനാണ്, സുരന്മാരുടെ ഈശ്വരനാണ്, സദാപാദമീശ്. എന്ത് ചോദിച്ചാലും തരുമെന്നേ. നിദാനോദ്ഭവം, ഇവിടെയുള്ള എല്ലാത്തിന്റെയും കാരകനം. ശാങ്കര പ്രേമകോശം, ശിവന്റെ ശരീരം അല്ലെങ്കിൽ ശിവന്റെ പ്രേമം, ശിവന്റെ സന്തോഷം, ശിവന്റെ ആനന്ദം മൊത്തം ഒരു ശരീരരൂപം ധരിച്ചവനാണ്. ഋതശ്രീ വിശേഷം. ഇനി അതൊന്നും കൂടി ഉറപ്പിച്ചു പറയാം. അച്ഛനെ പോലെ തന്നെ സുന്ദരമായിരിക്കുന്ന ചന്ദ്രനെ തന്റെ തിരുമുടിക്കെട്ടിൽ അണിഞ്ഞിരിക്കുന്നവനാണ്. കോശം അച്ഛനെ പോലെ തന്നെ ചുടലഭസ്മം ഒക്കെ ധരിച്ച് തന്റെ ശരീരമല്ല പ്രാധാന്യം എന്ന് പറയുന്ന ആത്മബോധത്തിന്റെ ഈശ്വരൻ തന്നെ. അതിന്റെ പ്രതീകമായി ഒടിഞ്ഞ കൊമ്പും, തന്റെ അഹംബോധമായിരിക്കും ഒടിഞ്ഞ കൊമ്പും തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനും, അമ്മയുടെയും അച്ഛന്റെയും ചൈതന്യം ഒന്നിച്ച് നിറഞ്ഞു നിൽക്കുന്നവനും, ഭജിക്കുന്നവരുടെ കൃത്തവാസത്തെ, അവരുടെ എല്ലാം പാപങ്ങളെ അല്ലെങ്കിൽ അവരുടെ നമ്മളിൽ ഉണ്ടാകുന്ന ദോഷദുഃഖങ്ങളെ എല്ലാം അറുത്ത് കളയുന്നവനും ആയിരിക്കുന്നവനെ അങ്ങേ ഞാൻ ഭജിക്കുന്നു. 6ാമത്തെ ഓക്കെ അല്ലേ? ഇച്ചിരി വേഗത്തിൽ പോവാ, പെട്ടെന്ന് ദീർഘശീലം കിടക്കാൻ നല്ല ക്ഷീണമാണ്. എന്നുവെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നിന്നേച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 6 മണി തൊട്ട് 8:30 വരെ അവിടെ ഇതുണ്ടായിരുന്നു, പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് കാരണം അതും കഴിഞ്ഞ് യാത്രയും കഴിഞ്ഞ് വന്നേച്ചാണ് ഇരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് പറയുവാണെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്കും പോണേ. ഓക്കെ അല്ലേ? ഇനി അതിനകത്ത് സ്പെഷ്യൽ ഒന്നും വാക്കുകൾ എല്ലാം ഓക്കെ അല്ലേ? ഇനി എനിക്ക് എന്തെങ്കിലും തെറ്റിപ്പോട്ടെന്നെ പറഞ്ഞു തന്നെ. ഞാനിന്ന് വേറെ നോക്കാതെ പറയണം. അടുത്ത 7ാമത്തെ എടുക്കാണ്. തഥാനേകസന്തം സദാദാനവന്തം ബുധശ്രീകരന്തം ഗജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈക വൃന്ദം സുമന്തം പരന്തം ഭജേഹം ഭവന്തം.
തഥാനേകസന്ധം, തഥാ അനേകസന്ധം, അനേക രൂപഭാവങ്ങളിൽ വിരാജിക്കുന്നു. തഥാ അനേകസന്ധം, തഥാ അനേകസന്ധം, പല പല രൂപങ്ങളോട് വസിക്കുന്നവനും. അതായത് പല പല രൂപങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. അപ്പൊ അങ്ങനെ പരബ്രഹ്മ സ്വരൂപനായിരിക്കണം. സദാ ദാനബന്ധം, അതായത് ഭഗവാനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആ ചോദിക്കുന്നവർക്ക് എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവനും. ബുധശ്രീ കരന്തം, ബുധന്മാർക്ക് ശ്രീയെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ബുധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രേഷ്ഠന്മാര്, നല്ല ജ്ഞാനം, ഈശ്വരനെ ഭജിച്ചുകൊണ്ട് തന്റെ കർമ്മവാസനകളെ അരിച്ചു കളയുന്നവരുടെ കൈകളിലേക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനും. ബുധശ്രീ കരന്തം ഗജാസ്യം, ആനയുടെ മുഖത്തോട് കൂടിയവനും. വിഭാന്തം എന്ന് പറയുമ്പോഴത്തേക്ക് ഗജാസ്യം വിഭാന്തം, അതായത് ഗജാസ്യം എന്ന് പറയാൻ ആന, ആനയുടെ മുഖം. വിഭാന്തം എന്ന് പറയാൻ വിരാജിക്കുക, ആനയുടെ മുഖത്തോട് കൂടി വിരാജിക്കുന്നവനും. ഗജാസ്യം വിഭാന്തം. കരാത്മീയ ദന്തം, തന്റെ കയ്യിൽ ആത്മീയം, തന്റെ തന്നെ കരത്തിൽ ആത്മീയ ദന്തം. ആത്മീയം എന്ന് പറഞ്ഞാൽ സ്വന്തമായിരിക്കുന്ന. ഇതേ വാക്ക് വേറൊരു ശ്ലോകത്തിലുണ്ട്, അറിയുമോ? ആത്മീയ സ്തനകുംഭകുങ്കുമരജ പങ്കാരുണാലങ്കൃത ശ്രീകണ്ഠൗരസഭൂരിഭൂതി അമരി കോടീരഹീരായുധ വീണാപാണി സനന്ദ നന്ദിതവനീവിശാലേക്ഷ വേണി ശ്രീഭദ്രകാളിംബീ. ആത്മീയസ്ഥന, തന്റെ തന്നെ സ്ഥലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സിന്ദൂരത്തെ, ആ സിന്ദൂരത്തിൽ ഭഗവാന്റെ മാറിൽ പറ്റിയിരിക്കുന്ന ഭസ്മത്തെ അണിഞ്ഞിരിക്കുന്നതാണ് അർത്ഥം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്. ഇത് എടുത്ത് എന്നാ പറഞ്ഞു വെച്ചാല് വാക്ക് പെട്ടെന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി പറഞ്ഞു. കരാത്മീയതെന്നം, അത് തന്റെ കരത്തിൽ ആത്മീയം, തന്റെ തന്നെ കൊമ്പിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. എന്തിനാ ഈ കൊമ്പിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? ഇത് കഴിഞ്ഞ ഞാൻ പറഞ്ഞ, അതായത് വേദത്തെ പകർത്തുവാനായിട്ട് ബ്രഹ്മദേവന്റെ അടുത്തേക്ക് വ്യാസഭഗവാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞത് ശിവപെരുമാളിന്റെ അടുത്ത് എല്ലാം ഉണ്ട്. അപ്പൊ ശിവപെരുമാളിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? ലോകത്ത് നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് ഗണേശനാണ്. അപ്പൊ ആ ഗണേശന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞ ഗണേശൻ എഴുത്താണിയായിട്ട് എടുത്തത് തന്റെ അഹംബോധമായിട്ട് ഉണ്ടായിരുന്ന കൊമ്പിനെ, ഒടിച്ച കൊമ്പിനെ എടുത്ത് എഴുതിയെന്നാ പറയുന്നത്. അപ്പൊ വേദത്തെ പകർത്തുവാനായിട്ട് സഹായിച്ച ആ ദന്തത്തെ അതായത് എപ്പോഴും കൈപിടിച്ച്. ഇത് പക്ഷെ വേറൊരു പ്രതീകമായിട്ടായിരിക്കും ഗുരു മിക്കവാറും ഉദ്ദേശിക്കുന്നത്. അതായത് സദാവി ജ്ഞാനത്തെ സമ്പാദിക്കുവാനുള്ള വ്യഗ്രഹം നമ്മൾ യാത്ര. ത്രിലോകൈക വൃന്ദം, ത്രിലോകൈക വൃന്ദം, വൃന്ദം എന്ന് പറയുന്നത് 8. ത്രിലോക ഏക, 3 ലോകത്തിനും ഏക വൃന്ദമായിരിക്കണം. അല്ലെങ്കിൽ 3 ലോകത്തിനും ഏകമായിരിക്കുന്ന ഒരു തണ്ടോട് കൂടി, അതായത് താമരയ്ക്ക് എപ്രകാരം ഒരു തൊണ്ടുണ്ടോ അതുപോലെ തന്നെ 3 ലോകങ്ങൾക്കും ഒരേ ഒരൊറ്റ കാരണഭൂതനായിരിക്കും. അതായത് 3 ലോകങ്ങളെയും സൃഷ്ടിച്ച പരമാത്മ സ്വരൂപനെ. സുമന്ദം, വളരെ പതുക്കെ നടക്കുന്നവനും. പരന്തം, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നവനും. പരന്തം, എല്ലാവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനും. ഭജേഹം ഭവന്തം, ഭജിക്കുന്നവന്റെ ഉള്ളിൽ വിരാജിക്കുന്നവനും. തഥാനേകസന്ധം സദാദാനവന്തം ബുധശ്രീകരന്തം ഗജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്ദം പരന്തം. അത് പരമപുരുഷനായിരിക്കുന്നവനും. ഭജേ അഹം ഭവന്തം, ഭജേ അഹം, അതായത് തന്നെ ഭജിക്കുന്നവർക്ക് സർവ്വതും നൽകുന്നവനും. ഭവന്തം, എല്ലാം നൽകുന്നവനും. ഭജേ അഹം ഭവന്തം. അങ്ങനെ ഇവിടെയും ഗുരു എടുത്തു പറയും. ഇപ്പൊ ഈ 6 വീണ്ടും ഗുരു പറഞ്ഞിരിക്കുന്ന സ്വരൂപ വർണ്ണനയോടുകൂടി എന്താണ് നമ്മുടെ ഗണേശന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പറയും. അത് ലീലാമയമായിരിക്കുന്ന ഗോത്രത്തിൽ പിറന്നവനാണെന്ന് ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? ഇലദ്ദേവ ഗോത്രം. ഓർക്കുന്നുണ്ടോ അതൊക്കെ? കഴിഞ്ഞോടെ ഞാൻ ചുമ്മാ വെള്ളത്തിൽ വരച്ചായിരുന്നു. ഇലദ്ദേവ ഗോത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ലീലാമയന്മാരായിരിക്കുന്ന ദേവന്മാരുടെ ഗോത്രത്തിൽ പിറന്നവൻ നമ്മൾ പറഞ്ഞ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഓർക്കണം. അല്ലാതെ ചെയ്തൊന്നും കയ്യിൽ നിന്ന് കളയരുത്. നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരല്ലേ. വേറൊരു നാട്ടിൽ പോയിരുന്നാൽ ഇതൊക്കെ പഠിക്കാനും ഇതിനൊക്കെ വേണ്ടി ഇത്രയും സമയം കഴിയാന്ന് പറഞ്ഞാല് ഇത്രയും വലിയ ഉത്തരവാദിത്തമായ നിങ്ങൾ വലിയൊരു പ്രോജക്റ്റ് ഒക്കെ എടുക്കാനാണ് ഗുരു തെരഞ്ഞെടുത്തില്ല. ഈ നാട്ടിൽ നിൽക്കുന്ന പൊട്ടന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റണില്ല.
അപ്പൊ അത് നിങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ കോടാനുകൂടി ആൾക്കാരുണ്ട്, നമുക്ക് ലക്ഷങ്ങളുണ്ട്. ഗുരുവിനെ കുറിച്ച് കേട്ട എത്ര പേരുണ്ട്? നിങ്ങൾ ഇത് അവിടെ പോയി ചിത്രവും തണുപ്പും ഇതും എല്ലാം പിടിച്ച് ഇതിനു വേണ്ടി മെനക്കെടുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഗുരുവിന് സമർപ്പിക്കുന്നെങ്കിൽ ഗുരു തിരഞ്ഞെടുത്തില്ല, അല്ല നമ്മുടെ കഴിവിലല്ല. ഞാൻ ഇത്രയും നേരം ഇരിക്കണമെങ്കിൽ ഗുരു എന്റെ അടുത്തത് ചെയ്യിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാരണം കൊണ്ട് തട്ടിത്തേടി നമ്മളെ കളയാൻ അത്ര തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ തെരഞ്ഞെടുത്ത് എപ്പോഴെപ്പോഴും ഇത് കൊണ്ടു നടക്കുന്നില്ല. കുറച്ചാകുമ്പം നമ്മളാണല്ലോ മക്കൾക്ക് കുറെ കാര്യം കൊടുത്തു കഴിയുമ്പം നമുക്കൊരു ദേഷ്യം വരില്ല. ആ ദേഷ്യം ഒരിക്കലും വരുത്തരുത്. ആ ദേഷ്യം വരുത്താതിരിക്കണമെങ്കിൽ നമുക്ക് തന്നെ ചൊരി കൂട്ടി നന്നായി ഭദ്രമായിട്ട് വെക്കുമ്പോൾ അത് വളർന്ന് നല്ല ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാനായിട്ടുള്ള ഒരു ഇതായിരിക്കണം ക്ലാസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് നമ്മള് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരക്കാണ്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും ശ്രമിക്കുക, നന്നായിട്ട് കാര്യങ്ങളുണ്ടാവും. സദാനേക സന്തന്ത, അനേക രൂപം ധരിച്ചിരിക്കുന്നവനും സദാദാനമുണ്ട്, എന്ത് ചോദിച്ചാലും അതെല്ലാം നൽകുന്നവനും ബുധശ്രീകരണ്ടം, ബുധന്മാർക്ക് ഐശ്വര്യത്തെ കരത്തിൽ അല്ലെങ്കിൽ ഐശ്വര്യത്തെ നൽകുന്നവനും ആനയുടെ മുഖത്തോട് കൂടിയവനും വിഭാന്തം, അതായത് എന്തെല്ലാം ചോദിച്ചാലും അതെല്ലാം നൽകുന്നവനും കരാത്മീയത, കരത്തിൽ തന്നെ ആ തിളങ്ങുന്ന കൊമ്പോട് കൂടിയവനും ത്രിലോകേയമെന്നും 3 ലോകത്തിനും കാരണഭൂതനായിരിക്കുന്നവനും വളരെ സാവധാനം നടക്കുന്നവനും. ആനയുടെ നടയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്, അതുപോലെ സാവധാനം നടന്ന് ശരിക്കും അതിനകത്ത് വലിയൊരു പ്രത്യേകത ഈ ആനയുടെ നടത്തത്തെ കുറിച്ച് പറയുമ്പോൾ. വോയിസ് കട്ടായി പോകണ്ടല്ലോ സാറേ, നല്ല ഭാഗം വരുമ്പോ. എവിടെയാ പോയോ? കട്ടായി പോയോ? റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഇപ്പൊ റേഞ്ച് എന്തെങ്കിലും ഒരു ചിലപ്പോ വല്ലോ കാറ്റോ വല്ലതും മൊത്തമുണ്ടെന്ന് എനിക്കറിയില്ല. സുമന്ത്, ആനയുടെ നടത്തത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ആന നടന്ന വഴി ഇതാണ് നമ്മളുടെ ഇന്നത്തെ എന്താ പറഞ്ഞ ഈ കിഴക്കോട്ടുള്ള വഴികളൊക്കെ ആയിരുന്നു. കാരണം ആപത്തുകളുള്ള ഒരു സ്ഥലം ആന തിരഞ്ഞെടുക്കത്തില്ല. മോശമായ സ്ഥലം, ചതുപ്പ്, ഇങ്ങനെയുള്ളതൊന്നും നടക്കില്ല. കൃത്യമായി തന്റെ ഭാരത്തെ താങ്ങാൻ കഴിയുന്ന സ്ഥലത്തെ നോക്കി അത് കൃത്യമായിട്ട് ആന നടന്നു പോകുന്ന ഈ ജീവിയെ കുറിച്ച് നമ്മൾ അതിന്റെ ആ ജീവിതത്തിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കി പഠിക്കുമ്പോഴത്തേക്ക് അപ്പൊ അതുപോലായിരിക്കും ഗുരുവിന്റെ ഓരോ വാക്കുകൾക്കും ശരിക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന അർത്ഥത്തിനൊന്നും ആയിരിക്കില്ല ഗുരു ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം വിജിലന്റ് ആയി നമ്മൾ പോണമെന്ന്. അതായത് സുമന്തം പരന്തം ഭജേഹം ഭവന്തം, അത്രമാത്രം സുന്ദരമായി ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ഭജിക്കുന്നവന് എന്തെല്ലാം ചോദിച്ചാലും നൽകുന്നവനും. അടുത്ത അവസാനമായിട്ട് ശിവപ്രേമ പിണ്ഡം പരം സ്വർണവർണം ലസദണ്ഡഗണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ധൃത സ്വർണപാണ്ഡം ചലച്ചാരുശുണ്ഡം ഭജേ ഗന്ധിതുണ്ഡം. ശിവപ്രേമ പിണ്ഡം പരം സ്വർണവർണം. ശിവന്റെ ഇത് തന്നെ ഈ വാക്ക് നേരത്തെ നമ്മൾ ഇന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യമേ വന്ന അത് തന്നെയാണ്. എവിടെയായിരുന്നു വന്നത്? ശൈവവീരം, ശിവന്റെ വീര്യം മൊത്തം ഒരു ശരീരരൂപം ധരിച്ചിരിക്കുന്നവനെ നമ്മൾ വന്നിട്ടുണ്ട് അല്ലെ. ശിവപ്രേമപിണ്ഡം, ശിവന്റെ പ്രേമം മൊത്തം ഒരു പിണ്ഡ രൂപത്തിലേക്ക്. അതായത് ശരിക്കും ഒരു പുത്രനോ പുത്രിയോ മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മാതാവിന്റെയും പിതാവിന്റെയും പ്രേമം അവരുടെ ആ മൈഥുനത്തിലൂടെ പകർന്നു നൽകപ്പെടുകയും ആ ഉണ്ടാകുന്ന വികാരം മക്കളിലേക്ക് ആ തത്സമയം ആ പിണ്ഡത്തിലേക്ക് എത്തുകയും അവരുടെ ജനനത്തിന് മുമ്പ് തന്നെ അതിന് മുൻപിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ട സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. ഗുരു എത്ര രസമായിട്ടാണ് പറയുന്നത്. ശിവപ്രേമം, ശിവന്റെ ഏറ്റവും അതിമനോഹരമായിരിക്കുന്ന ആ ആത്മീയ സത്ത മൊത്തം ഒരു ശരീരരൂപം ധരിച്ചിരിക്കുന്നു. ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ശിവന്റെ സ്വഭാവം അതായിരുന്നു. അതുകൊണ്ടല്ലേ ഭക്തൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്, പത്മാസുരന് വരം കൊടുത്തത് നേരെ തലയിൽ തൊട്ട് കഴിഞ്ഞാല് എല്ലാവരും ഭസ്മമായി പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുമോ? മുന്നിൽ നിർണയിച്ച് ഇത് ഇന്നതാ ചെയ്യാൻ പോകുന്നത് കണ്ടറിഞ്ഞ് ശിവൻ പറഞ്ഞു കൊടുത്തേക്കാമോ? ഇല്ലെങ്കിൽ ശിവന് കഴിക്കാൻ കഴിയുമോ? കാളകൂട വിഷം തന്റെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ സംരക്ഷിക്കുവാൻ വേറെ ഒരു ഈശ്വരനും സാധിക്കാത്ത കാര്യം ആ കാളകൂട വിഷത്തെ എടുത്ത് പാനം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും മാത്രമായിട്ട്. പക്ഷെ ഇതിന് നല്ല ഇപ്പോഴും എന്റെ തലയിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു കേട്ടോ. ഈ ശിവപ്രേമ പിണ്ഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് പോയി അവിടെ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് പിണ്ഡം കൊണ്ട് കണക്ട് ചെയ്തായിരുന്നു ഇരുന്നത്. അപ്പൊ അതും ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തോന്നിയത്. അപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ശരിക്കും അതിനകത്ത് നമ്മളുടെ ഒരു ജനനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മാതാവിന്റെയും പിതാവിന്റെയും തമ്മിലുള്ള ആ ആത്മബന്ധത്തിന്റെ ഒരു ഭാവം ആ മൈഥുനത്തിലുണ്ടാകും. അത്
അച്ഛനും അമ്മയും എടുക്കുന്ന ആ പരിതസ്ഥിതികളും സംസ്കാരവും സംസാരവും എല്ലാം ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് വളരുന്നത്. അതിനനുസരിച്ച് വളർന്ന് പുറത്തേക്ക് വരുന്നവൻ ഏത് തലത്തിലേക്ക് ബ്രാഹ്മണനോ അസുരനോ അതോ ചണ്ടാളനോ ആവണമെങ്കിൽ അതിന് കാരണമായി തീരുന്നത് ആ സൃഷ്ടിക്കുന്ന ആൾക്കാരുടെ പ്രേമത്തിന്റെ ആ രൂപമല്ല ഭാവമായിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് തന്നെ ഈ നാഗരിക ശാസ്ത്രം പറഞ്ഞിരുന്നു. അപ്പോൾ ശിവപ്രേമ പിണ്ഡം പരം സ്വർണവർണ്ണം, അതായത് പരമമായിരിക്കുന്ന, അതായത് ഈ പ്രകൃതിയുടെ വർണ്ണം സ്വർണമാണ് അല്ലെ, പ്രകൃതിയുടെ വർണ്ണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർണത്തിനോട് ഇത്ര പ്രണയം വന്നത്. എന്താ പ്രകൃതിയുടെ വർണ്ണം സ്വർണമാണെന്ന് പറയാൻ കാരണം? അതായത് സൂര്യനാണ് നമ്മളെ എല്ലാവരെയും നിയന്താവായി നിന്ന് നയിക്കുന്നത്. അപ്പോൾ സൂര്യന്റെ ആ രശ്മിക്ക് സ്വർണവർണ്ണത്തോടുകൂടി അല്ലെ, അരുണാഭിയോടുകൂടി ആ സ്വർണവർണ്ണത്തോടുകൂടി എന്താ പറയുക, ഗായത്രി അല്ലെ ഓങ്കാര ധ്വനിയോട് കൂടിയാണ് എന്താ രവി ഈ ഭൂമിയിലേക്ക്. രവി എന്നാണ് സൂര്യന്റെ ഒരു പര്യായപദം. അപ്പൊ രവത്തെ ഉണ്ടാക്കുന്നത്, രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ ഉണ്ടാക്കുന്നത്. ആ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പക്ഷിമൃഗാദികളെ നമ്മൾ നോക്കിയാൽ അറിയാം. ഈ കാലദേശ വിഭിന്നമായ സ്ഥലങ്ങളിൽ എപ്പോഴാണോ സൂര്യോദയം ഉണ്ടാകുന്ന സമയങ്ങളിൽ പക്ഷികൾ കൂടുവിട്ട് പോകാനായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് സൂര്യന്റെ രശ്മികൾ ഈ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന കർഷണം കൊണ്ട് ആ സമയത്ത് നാദം ഉണ്ടാവുക. ആ നാദം ഓങ്കാരത്തിന്റെ സ്പന്ദനമാണ്, ആ സ്വരത്തിലാണ് അത് വരുന്നത്. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് അലാറം വെക്കാതെ ഇവരൊക്കെ എഴുന്നേറ്റ് പോകുന്നതും ഇത് കേൾക്കാൻ കാതില്ലാത്ത കഴിവ് പറഞ്ഞ് നമ്മൾ അലാറം വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ശിവപ്രേമ പിണ്ഡം പരം സ്വർണവർണ്ണം, ഏറ്റവും പരമമായിരിക്കുന്ന വർണ്ണമായ സ്വർണവർണ്ണത്തോട് കൂടിയവനും ലസദന്തകണ്ഠം, അതിൽ ശോഭിതമായിരിക്കുന്ന ദന്തങ്ങളോട് കൂടിയവനും സദാനന്ദപൂർണ്ണ, എല്ലായ്പ്പോഴും ആനന്ദത്തോട് കൂടിയവനും വിവർണ പ്രഭാസ്യം, പല പല വർണ്ണങ്ങളോട് കൂടിയവനും പല പല രൂപങ്ങളോട് കൂടിയവനുമായിരിക്കുന്നവനും ധൃതസ്വർണഭാണ്ഡം, ധൃതം ചെയ്യുക, ധരിക്കുക, സ്വർണഭാണ്ഡം, കയ്യിൽ സ്വർണ കലശത്തെ ധരിച്ചിരിക്കുന്നവനും ചലച്ചാരുശുണ്ടം, ഇളകിക്കൊണ്ടിരിക്കുന്ന തുമ്പിക്കൈയോട് കൂടിയവനും ഭജേ ദന്തിത്തുണ്ടം, അങ്ങനെ ആനയുടെ ശരീര രൂപത്തോട് കൂടിയവനെ അങ്ങേ ഞാൻ ഭജിക്കുന്നു. അവസാനമായ രൂപത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും വർണ്ണിച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ ഗണപതിയുടെ ഏറ്റവും വലുതായിരിക്കുന്ന മഹനീയതയും പറഞ്ഞില്ല. അതായത് എന്ത് ചോദിച്ചാലും തരും എന്ന് ഗുരു ഇവിടെയും ഉറപ്പിച്ച് പറയണം. ശിവന്റെ പ്രേമം ഒരു ശരീരരൂപം ധരിച്ചിരിക്കുന്നവനും അത് പരമമായിരിക്കുന്ന പ്രകൃതിയുടെ വർണ്ണം അല്ലെങ്കിൽ ഈ സത്യസ്വരൂപമായിരിക്കുന്ന വർണ്ണം. അത് ഇപ്പം നമ്മള് മറ്റ് വിദ്യകളൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഓറയുടെ കളറ്, അങ്ങനെ പല ഇതുണ്ട്, പല ഇതിലൂടെ നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ അതിനകത്ത് നമ്മുടെ മൂലാധാരത്തില് റെഡ് ആണെന്ന്, അവിടുന്ന് മേളിലോട്ട് ഓരോ ചക്രാസിന് ഓരോ കളേഴ്സ് കൊടുക്കുന്നുണ്ട്. അവസാനം വരുന്ന നമ്മുടെ സഹസ്രാരത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു സ്വർണ്ണവർണ്ണത്തോട് കൂടി, അതായത് ശരിക്കും അതിൽ നിന്നാണ് മൂല്യമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ സ്ഥായിയായി നിൽക്കുന്ന വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണമാണ്. ഈ സ്വർണ്ണവർണ്ണത്തെ മൂടുന്നത് ഇരുട്ട്. ആ ഇരുട്ടിനെ എപ്പോഴാണോ ഈർന്നെഴുന്ന ആ സൂര്യനാകുന്ന യഥാർത്ഥ സത്യമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പരമമായിരിക്കുന്ന സ്വർണ്ണവർണ്ണത്തോട് കൂടിയവനും ലസദന്തകണ്ഠം, തിളങ്ങുന്ന കുമ്പോട് കൂടിയവനും സദാ ആനന്ദപൂർണ്ണം. എന്താ എപ്പോഴും ആനന്ദം ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയായിരിക്കണമെങ്കിൽ ഒന്നിനും നമുക്ക് ആഗ്രഹമില്ലാതെ എല്ലാം കൊണ്ടും തൃപ്തനായി നിൽക്കുന്നവനും വിവർണ പ്രവാസ്യം, പല വർണ്ണഭാവങ്ങളോട് കൂടിയവനും ധൃതസ്വർണഭാണ്ഡം, കയ്യിൽ സ്വർണ്ണ കലശത്തോട് കൂടിയവനും ചലച്ചാരുശുണ്ടം, ഇളകുന്ന തുമ്പിക്കൈയോട് കൂടിയവനും ഭജേ ദന്തിതുണ്ടം. ഇങ്ങനെയുള്ള ഗണേശനെ ഞാനിതാ ഭജിക്കുന്നു എന്ന് ഭഗവാൻ ഇതാ വിനായകാഷ്ടകത്തിന്റെ 8 മന്ത്രങ്ങളിലൂടെ നമ്മളെ വിനായകന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിക്കുക. അതായത് ഇന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്ന ഗണപതിയുടെ രൂപം എന്ന് പറഞ്ഞാല് നമ്മളെ ക്ഷേത്രങ്ങളിലെ എവിടെയോ അല്ലെ ഇതിനു മുമ്പൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് തുമ്പിക്കയും ഈ ചന്ദ്രക്കലയൊന്നും ധരിച്ചിരിക്കുന്ന ഗണപതിയെ നമ്മൾ അങ്ങനെ അധികം പരിചയപ്പെടാത്ത ആൾക്കാർ. ഏതാണ്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമായ രീതിയിൽ ഭാരതത്തിൽ ആചരിക്കുന്ന 27ഓളം തരം ഗണപതി രൂപങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഗണപതി രൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശിവന്റെ സ്വരൂപം തന്നെയാണ്. അതായത് നമ്മള് ഉപാസന രീതിയിൽ സഗുണോപാസനയും നിർഗുണോപാസന. അപ്പൊ സഗുണോപാസനയിൽ മൂർത്തി അനിവാര്യമാണെന്നും ആ മൂർത്തിയുടെ സ്വരൂപം ശിവസ്വരൂപമാണെന്നും ശിവനാണ് ആനന്ദത്തിന്റെ പരമ
പൂജ്യമായിരിക്കുന്ന ഈശ്വരനെന്ന് ഗുരു നമ്മൾ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു നൽകുകയാണ്. അപ്പോൾ ഇനി വിനായകനെ മാത്രം ഭജിച്ചാലും നിന്റെ പ്രാർത്ഥന ശിവസ്വരൂപത്തിലേക്കാണ് ചെല്ലുന്നത്, പിതാവിന്റെയും മാതാവിന്റെയും അടുത്തേക്കാണ് ചെല്ലുന്നത്. ഇനി അവരെ രണ്ടും വിട്ട് ഇത് വിനായകനെ തന്നെ ഭജിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് തെറ്റില്ലെന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രാർത്ഥന നിങ്ങളുടെ നിത്യ പ്രാർത്ഥനയായിട്ട് മാറട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹദായകമായിട്ട് മാറട്ടെ. ഗുരുവിന്റെ ഏക വിനായക ക്ഷേത്രം നമ്മുടെ തമിഴ്നാട്ടിലാണ്. ഏതായിരുന്നു ഞാൻ കഴിഞ്ഞോളം പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? പിള്ളയാർക്കോവിൽ. എവിടെയാണ്? പിള്ളയാർക്കോവിൽ. പിള്ളയാർക്കോവിൽ, അതായത് നമ്മുടെ തമിഴ്നാട് നാഗർകോവില് കഴിഞ്ഞിട്ട് പിള്ളയാർക്കോവിലാണ് ഗുരുവിന്റെ കൈകളാൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഏക വിനായക ക്ഷേത്രം. അവിടെ വെച്ച് രചിച്ചതാണെന്ന് പറയപ്പെടുന്നു ഈ കൃതി. ഏറ്റവും കൂടുതൽ സാധ്യത അതിനാവാം. പക്ഷെ അതുപോലെ തന്നെ പറയുന്നു, നമ്മൾ രാമപിള്ള ആശാന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ഗുരു താമസിക്കുന്ന വീട്ടിലെ അമ്മമാർക്ക് ജപിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാണെന്നും ഒരു വാദഗതിയുണ്ട്. എന്തു തന്നെയാണെങ്കിലും വിനായക രചിച്ചിട്ടുള്ളൂ. ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല താളലയനം. നിങ്ങൾ ഇതിന്റെ ഓരോ ഇതും നോക്കിക്കഴിഞ്ഞാല് അതിന്റെ താളലയം ഇന്തം എന്നാണ് തീർന്നത്. അതായത് എം 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 എന്ന് തീർത്താണ് എല്ലാം വരുന്നത്. അതായത് ഈ ഭുജംഗപ്രയാഗ വൃത്തത്തിന്റെ പ്രത്യേകതയാണ് ഇത്. ജപിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ഷടാധാരങ്ങൾ ഉണർന്നെഴുന്നേൽക്കും. അതിനിടയാകട്ടെ അങ്ങനെ ഒരു ധ്യാനാത്മകമായിരിക്കുന്ന ജീവിതം നിങ്ങളിലേക്ക് ഗുരു നൽകട്ടെ. വിനായകന്റെ ഭാവത്തിലൂടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ എനിക്ക് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ എന്റെ ആചാര്യന്റെ കൃപ, അദ്ദേഹം നൽകിയ അറിവ് മാത്രമാണ്. എവിടെയെങ്കിലും അതിന് ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട്, സാറിന്റെ കുഴപ്പമല്ല. അപ്പൊ ഞാൻ നോക്കാനും എടുക്കാനും പറ്റാത്തത് കൊണ്ടും അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണ് പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ സാറിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഇന്ന് ഈ 2 ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ ഭഗവാൻ നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു. ഇത്രയും സമയം എന്നെ ഈ വിദൂരമായിരിക്കുന്ന 2 കൊണ്ട് ശ്രവിക്കാൻ കഴിഞ്ഞതിൽ ഭഗവാന്റെ പാദങ്ങളിലും നിങ്ങളുടെ പാദങ്ങളിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, വളരെയധികം നന്ദി. കാരണം എനിക്കറിയാം നാട്ടിലിപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞു വന്നിട്ട് ഇത്രയും വൈകിയ വേളയിലും ഞങ്ങൾക്ക് വേണ്ടി ഈ വിനായകാഷ്ടകം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്, എനിക്ക് തോന്നി റെക്കോർഡ് ചെയ്ത് വെച്ചത് 2-3 പ്രാവശ്യം എന്നെ പോലെയുള്ളവർക്കൊക്കെ കേൾക്കണം എന്നാണ് തോന്നിയത്, പഠിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. സാറ് പറഞ്ഞതുപോലെ ശരിക്കും ഞങ്ങൾക്ക് നാട്ടിലുള്ളവരെ കഴിഞ്ഞും കൂടുതൽ അനുഗ്രഹം കിട്ടിയതെന്ന് തോന്നുന്നു. കാരണം ഇതുപോലെ എല്ലാ മാസവും സാറിനെ പോലെയുള്ളവരെയൊക്കെ വിളിച്ച് പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ ഞങ്ങൾ പഠിക്കുന്നതും അറിയുന്നതും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയവും തന്ന സാറിന് ഗുരുദേവന്റെ അനുഗ്രഹവും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സാറിന്റെ കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷവും സമാധാനവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സാറിനെ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. ശരിയടാ. പ്രൊഫസർ സന്തോഷം. തീർച്ചയായിട്ടും കല പറഞ്ഞ പോലെ ഒരു ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അറിവുകളുടെ ഒക്കെ അപ്പുറത്ത്, നമ്മളൊക്കെ അറിവ് അത്രയൊന്നും ഉള്ളവരൊന്നുമല്ല. നമ്മൾ ഈ ഓരോരോ ഇതുപോലെ പ്രഭാഷണത്തിലൂടെയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രഭാഷണം കേട്ടവരൊക്കെ വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായം തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ ഒരു സാഹചര്യം വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട്, എന്നാലും 10-35 പേരെന്ന് പറഞ്ഞാൽ 10-35 കുടുംബങ്ങൾ തന്നെയാണ് കേൾക്കുന്നത് കേട്ടോ. ഓരോരോ വീടുകളിലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒത്തിരിയധികം സന്തോഷം. ഈ നാളെ ഇതിനിടയ്ക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇന്നൊരു ഡ്യൂട്ടിക്കിടയ്ക്ക് ഈ ഒരു പ്രഭാഷണം കഴിഞ്ഞ് വന്നു വീണ്ടും ഇന്നത്തെ ഒരു പ്രഭാഷണം, നാളെ രാവിലെ വർക്കിംഗ് ഡേ ആണ്, നാളെ പോകേണ്ടതാണ്. അതിനൊക്കെ സമയം ഭഗവാൻ കണ്ടെത്തി തരുന്നു എന്നുള്ളത് ഗുരുദർശനം പ്രചരിപ്പിക്കുന്നതിനായിട്ട് അതിനുള്ള ഒരു നിയോഗം ഉള്ളവരെ മാത്രമേ ഗുരു തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എല്ലാം വാരിക്കോരി ഭഗവാൻ സാറിന് തരട്ടെ. ഒത്തിരി സന്തോഷം. വീണ്ടും വരുന്ന ആളുകളിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും വരും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഏതാണെങ്കിലും ഇത് റെക്കോർഡഡ് ആണ്. ഞങ്ങളിത് വീണ്ടും നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ഇട്ട് കാണാത്തവർക്കും കേൾക്കാത്തവർക്കും ഒക്കെ കേൾക്കാനും കാണാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അപ്പോൾ ഒത്തിരി അധികം സന്തോഷം.
ഒരിക്കൽ കൂടി കല പറഞ്ഞത് കൂടാതെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ശരി, എല്ലാവർക്കും നന്ദി.